കുറച്ച് ദിവസം എന്തായാലും പേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലെയും നായിക ഈ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. മയൂരി എന്ന് പറഞ്ഞ നായിക, അദ്ദേഹത്തിന് ഇങ്ങനെ വന്നപ്പോൾ അതിശയമായിരുന്നു. അത് ഈ സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നാണ് അന്ന് പലരും വിശ്വസിക്കുന്നു പോലും പറഞ്ഞത്. അപ്പം അതിലൊരു വിളിയും ആ ഒരു ഇതൊക്കെ കാണിക്കുന്നത് ഇന്നും നമുക്ക് ഭയങ്കരമായിട്ട് അതിന് ഭയങ്കര ഫീലിംഗ് ആണ് നമുക്കത് കാണുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളായിട്ട് നമുക്ക് വരും. വിശ്വാസമുണ്ടോ അതുല്യ? നമ്മുടെ സിനിമാ ലോകത്തിന് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കാറുണ്ട് ഇല്ലേ? എപ്പോഴും നടക്കാറുണ്ട്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ കടന്നു പോകുന്ന ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇത് പണ്ട് നടന്നതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മീൻസ് അങ്ങനത്തെ ഒരു ഇതിൽ. അതെ, ചില സിനിമകളും അതുപോലെയാണ്. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഈ സിനിമയിൽ നമ്മൾ അന്ന് ഇതിന് മുമ്പേ കണ്ടിട്ടില്ല അല്ലെ ഏതെങ്കിലും. പിന്നെ ചില സിനിമകളുണ്ട് അത് നമുക്ക് എപ്പോഴും ഭയങ്കര ഓർമ്മകളിലൂടെ കടന്നു പോകാനോ അല്ലെങ്കിൽ ഓർമ്മ മനസ്സിനകത്ത് നിൽക്കാനും ചില സിനിമകളുണ്ട്. അതായത് ആ സിനിമ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ളൊരു മിത്ത്, മീൻസ് എന്ത് പറയാനായിട്ട് ഒരു വിശ്വാസം അങ്ങനെയൊക്കെ ഉള്ളത്. ചിലത് പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഞാൻ ഗന്ധർവൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ സിനിമ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗന്ധർവന്മാരുടെ കഥയാണ് സിനിമയായിട്ട് എടുത്തിട്ടുള്ളത്. ഗന്ധർവന് അവിടെ സ്വർഗ്ഗലോകത്ത് വെച്ച് ഗന്ധർവന് എന്തോ ഒരു ചെറിയ പണിഷ്മെന്റിന്റെ പേരിൽ ഭൂമിയിൽ മനുഷ്യനായിട്ട് വരാനും ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ശിക്ഷാവിധി കുറയും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതുവരെ നമ്മൾ ആരും കാണാത്ത ഒരു കഥയായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ആ മാത്രമല്ല അതിലെ നടൻ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. നമുക്ക് ശരിക്കും ഗന്ധർവനാണെന്ന് ഫീൽ ചെയ്തു അല്ലേ? അത് എന്തോ ആ സമയത്ത് എന്തോ ഇറങ്ങിയിരുന്ന മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനായിട്ടൊക്കെ വന്ന പുള്ളിയായിരുന്നു നിതീഷ് ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും നമുക്ക് അദ്ദേഹത്തിനോട് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷനും തോന്നി ശരിക്കും തന്നെ ഗന്ധർവൻ തന്നെ എന്ന്. പക്ഷെ ആ സിനിമയിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ സിനിമ സംവിധാനം ചെയ്തതിന് ശേഷമായിരുന്നു പത്മരാജൻ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ ഉണ്ണി നായികയായിട്ട് വന്ന ആകാശഗംഗ ഭയങ്കര ചർച്ചയും. ഈ സത്യം പറഞ്ഞാൽ കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ചിരിക്കാമെന്ന് പറഞ്ഞാൽ ഈ സിനിമ വന്ന് കാണാനും പോയപ്പോഴത്തേക്ക് ഫസ്റ്റ് മുതൽ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് ചെന്നപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് എല്ലാവരും കയറി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ പാട്ടായിരുന്നു. ഞാൻ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അങ്ങോട്ടും നീങ്ങാൻ വലിയ പേടി. അത്രയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ആകാശഗംഗ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം എന്തായാലും പേടിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലെയും നായിക ഈ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. മയൂരി എന്ന് പറഞ്ഞ നായിക. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വെറുതെ ഒരു കോയിൻസിഡൻസ് ആണെന്ന് പറയും. പല സിനിമകളും അങ്ങനെ ഒരെണ്ണമുണ്ട്. ഇങ്ങനെ മാത്രമല്ല നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷമല്ല കഴിഞ്ഞ വർഷം ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം, ആ സിനിമ അഭിനയിച്ച് നമുക്കറിയാം അതിൽ മമ്മൂട്ടി ഒരു ചാത്തനായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് മമ്മൂട്ടിക്ക് രോഗാവസ്ഥ തന്നെ പ്രശ്നങ്ങളുണ്ടായത്. ഇത്രയും നാളില്ലാത്ത ഒരു ഇത്. കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം നല്ല രീതിയിൽ ഡയറ്റ് എടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ നല്ലൊരു രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ അത് ഈ സിനിമയ്ക്ക് ശേഷം കാരണം നമ്മളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു എന്നാണ് അന്ന് പലരും സുഹൃത്തുക്കൾ പോലും പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾക്ക് ശേഷം അതിലെ താരങ്ങൾക്ക് ഇങ്ങനെ പറ്റുമ്പോൾ ഇപ്പൊ അടുത്ത നമ്മളിപ്പോ 2-ാം തീയതി ഇറങ്ങുന്നുണ്ട് കാന്താര 2 ഇറങ്ങുന്നുണ്ട്. ആ സിനിമയ്ക്കും ഇതുപോലെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് ടെക്നീഷ്യൻസ് മരിച്ചിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഋഷഭ് ഷെട്ടി തന്നെ പറയുന്നത് കേട്ടു ഞാൻ ഒരുപാട് മുഖാമുഖം പറയുന്നുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഷൂട്ടിന് ഒരാള് അതിലും മരിച്ചായിരുന്നു. ഫസ്റ്റ് ഷൂട്ടിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവർ പറയുന്ന നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആവും അങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ ആ സിനിമ എടുത്തപ്പോൾ മുതൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമ എടുക്കരുത്, ഇങ്ങനെ വിശ്വാസങ്ങൾ കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരടുത്ത്? ഈ ഋഷഭ് ഷെട്ടി അടുത്ത്. പക്ഷേ പുള്ളിക്ക് ഇതിനോട് ഭയങ്കര ക്രൈസാണ്. പക്ഷേ ഏറ്റവും സൂപ്പർ അഭിനയമാണ് അതിൽ പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. അയ്യോ ഒരു ആക്ടറിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം അതിലെ ഒരു ലാസ്റ്റ് സീനുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ അനുഗ്രഹം വന്ന് അടുത്ത ദേവനായിട്ട് പുള്ളി ഇങ്ങനെ ഇത് കാണിക്കുന്നതിൽ അതിലൊരു വിളിയും ആ ഒരു ഇതൊക്കെ കാണിക്കുന്നത് ഇന്നും നമുക്ക് ഭയങ്കരമായിട്ട് അതിന് ഭയങ്കര ഫീലിംഗ് ആണ് നമുക്കത് കാണുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും. ലാസ്റ്റുള്ള ആ ഒരു ഇത് നമുക്ക് വല്ലാത്തൊരു എന്ത് പറയണത്, അയ്യോ ഇനി എങ്ങനെ ഏതെന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ ഇതിൽ നിന്നപ്പോഴാണ് അടുത്തത് 2 വരുന്നത്. 2-ലും
അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പ്രതിസന്ധികളും ഉണ്ടായതായിട്ട് സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്നതൊക്കെ സത്യമാണ്. അല്ല, നമുക്ക് അതൊരു വിശ്വാസം വന്നു പോകുന്നില്ലേ ഇപ്പൊ? അയ്യോ പണ്ട് പറയില്ലേ ഇൻസിഡന്റ് ആണെങ്കിൽ ഓക്കെ, ഇല്ല വെറുതെ ഒരുപാടായി ഇപ്പൊ ഇത്. ഒരുപാട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളിലൂടെ വരുമ്പോ നമ്മളും ചിലര് പറയുന്നത് അങ്ങ് പണ്ട് അമ്മൂമ്മമാരൊക്കെ പറയുമായിരുന്നു, ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ കായലിന്റെ അടുത്തൂടെ മറ്റേ പറയുന്നതാണ് കേട്ടോ, വയലിനടുത്തൂടെ ഒന്നും പോകരുതെന്ന്. അപ്പോൾ ഇതൊക്കെ ഞാനും കേട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ മക്കളടുത്ത് ഞാൻ സന്ധ്യയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് അവർ ഈ പറയുന്നത്, അമ്മ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ ഞാൻ റെഡി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് പോകാൻ പറ്റില്ല നമുക്ക് ഈ സമയം. അപ്പോൾ അവർ പറയും, അമ്മ ഏത് കാലത്തിലമ്മ ജീവിക്കുന്നത്? പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ഉണ്ടല്ലോ, പൂ വെച്ചോണ്ട് നടക്കാൻ പാടില്ല, അല്ല പറയും അത് പൂ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അതില് തുപ്പിയിട്ടേ വെക്കാവൂന്ന്, ഒന്ന് ചെറുതായിട്ടൊന്ന് തുപ്പിയിട്ട് തലയിൽ പോയിക്കണം. ഞാൻ പിന്നെ അയ്യോ അത് തോഷിയിട്ട് നമ്മൾ വെക്കോ, ആരെങ്കിലും വെക്കോ? അപ്പൊ അങ്ങനെ ചെയ്യരുത് ഒരുപാട്. പക്ഷെ ഇതൊക്കെ ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ചില സമയങ്ങളിൽ എവിടെയൊക്കെയോ നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ അല്ല, ഇപ്പൊ ഈ അതുള്ളി അവിടെ ഇത് പറയുന്നുണ്ട്, ഇപ്പൊ പൂ വെച്ചുകൊണ്ട് പോകരുതെന്ന് പറയുന്നു. ചിലപ്പോ ഈ പൂ വെച്ചുകൊണ്ട് പോയിട്ട് വരണേന്റെ അന്ന് അതിലേക്ക് ഒരു അസാധ്യമായ തലവേദനയോ ഛർദിലോ ഒന്ന് നമ്മൾ ആദ്യം. അപ്പൊ വിശ്വാസങ്ങള് ചിലത് നമ്മളിൽ നിന്നും കൂടുതലായിട്ട് അവർ വിശ്വാസങ്ങൾ നിൽക്കും ഇല്ലേ? അത് എപ്പോഴും ഇപ്പോൾ അതുല്യക്ക് വിശ്വാസം ഇല്ല. അതുല്യ പറയുന്നത് അതുല്യ 2Kയിലൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ പിള്ളേരെല്ലാം പറയുന്നത് എന്താണ്, ഞങ്ങളെല്ലാം 2K ആണ്, നമുക്ക് അന്ധവിശ്വാസമൊന്നുമില്ല, നമുക്ക് അങ്ങനെ ഇല്ലെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളായിട്ട് നമുക്ക് വരും. വിശ്വാസമുണ്ടോ? അതുല്യക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ ഒരു നാണയത്തിന് രണ്ട് വശമാണേ ഇല്ലേ? വിശ്വാസമുണ്ടെങ്കിൽ അന്ധവിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതാണ് നമ്മുടെ കാന്താര. അതിൽ എന്തൊക്കെയാണ് ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ എന്നൊക്കെയുള്ളത് കാണാനും വേണ്ടിയിട്ട് ദൃശ്യവിസ്മയം തന്നെയായിരിക്കും. പക്ഷേ ഇടയ്ക്ക് പറഞ്ഞിരുന്നു കേരളത്തിൽ പ്രദർശനാനുമതി ഇല്ല, അവർ തമ്മിൽ പറഞ്ഞായിരുന്നു. കാരണം 50-50 ഇതിൻ്റെ ഇതിലാണ് ഇവിടെ നിർമ്മാണത്തിന് കൊടുക്കുന്നത്. അതിൻ്റെ പേരിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസുമായിട്ട് ചെറിയൊരു ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫൈനലി അതൊക്കെ അവർ പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിലും പ്രദർശനത്തിന് എത്തും എന്നാണ് ഈ ലാസ്റ്റ് ഘട്ടം വരെ അറിയുന്നത്. എന്തായാലും അത് കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. നിങ്ങളും അങ്ങനെ ഒരു ആകാംക്ഷയിലാണെന്നുള്ളത് ഉറപ്പാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ വിശ്വാസമുണ്ടെങ്കിൽ അന്ധവിശ്വാസമുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അന്ധവിശ്വാസം. എല്ലാവരും മനസ്സിനകത്തൊന്ന് വിചാരിക്കുക, നമ്മളെല്ലാവരും വിശ്വാസികളാണ്, അന്ധവിശ്വാസമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ചിലതൊക്കെ നിഗൂഢതകളാണ് ഇല്ലേ? അതൊന്നും ഇന്നും കണ്ടുപിടിക്കാനോ കണ്ടെത്താനോ കഴിയാത്ത കുറേ സത്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും നോക്കാം നമുക്ക് കാന്താരയിൽ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ? ഒന്നാം പാർട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ലേ. അപ്പൊ കാണുക കേട്ടോ, എന്നിട്ട് രണ്ടാം പാർട്ട് കാണാം. അതെ, അപ്പൊ എല്ലാവരും കാണുക, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.